44:5 പ്രകാരം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുന്ന കോണ് ഇടവരാതെ ഈ മരുഭൂമി യാത്രയിൽ സമൃദ്ധിയായിട്ട് നാം അനുഗ്രഹിക്കപ്പെടുവാന്ന കോണ് ഇടയായി തീരുമില്ല. നാം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ നാം മുഖാന്തരം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാന്ന കോൺ ഇടയായി തീരുമില്ല. എപ്രകാരമാണ് നാം അനുഗ്രഹിക്കപ്പെട്ടിട്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നില്ല? നാം മറ്റുള്ളവരുടെ ഈ രക്ഷയുടെ സന്തോഷത്തെ മറ്റുള്ളവർ പറയുമ്പോൾ ഈ സൃഷ്ടികർത്താവിനെ കുറിച്ച് മറ്റു ജീവിതങ്ങളോട് വെളിപ്പെടുത്തുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതം സാക്ഷ്യമായി തീരുമ്പോൾ മറ്റുള്ളവരും ഈ വാസ്തവമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടുവാനും ഈ സ്വർഗീയ ഭവനത്തിലെ അംഗമായി തീരുവാന്ന കോണ്, ദൈവ പൈതലായി തീരുവാന്ന കോണമല്ല ഇടയായി തീരുമാനമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന്റെ 7ാമത്തെ വാക്കിൽ പ്രകാരം പറയുന്നില്ല, യഹോവ ഒരു ദോഷവും തട്ടാതെ വേണമില്ല, നിന്നെ പരിപാലിക്കോ, നിന്റെ പ്രാണനെ പരിപാലിക്കുമെന്നില്ല. പരിപാലനത്തിന്റെ സൂക്ഷിപ്പിന്റെ ഒരു സമ്പൂർണതയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒരു ദോഷവും തട്ടാതെ വേണം ദൈവത്തെ കൊണ്ട് മാത്രമേ നമ്മെ സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യരിലോ മനുഷ്യപുത്രന്മാരിലോ സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രന്മാരിലോ നമ്മുടെ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും നമ്മെ സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ സഹായിക്കാൻ കഴിവുള്ളതായ യേശുവിൽ നമ്മുടെ ആശ്രയം വെക്കുന്നുവെങ്കിൽ ആ യേശുവിന് മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ അവന് വ്യക്തിപരമായിട്ട് നമ്മോട് ഇടപെടുവാന്നൊക്കെ ഇത് വ്യക്തിപരമായിട്ടുള്ള സങ്കീർത്തനമാണ്. അതിന്റെ മുഖവരിയായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാന്നൊക്കെ കഴിയുന്നില്ല. ബാബിലോണിയ പ്രവാസത്തിന് ശേഷം യെരുശലേമിലേക്ക് കടന്നു വന്നതായ ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള പർവ്വത നിരകളിലേക്ക് നോക്കിക്കൊണ്ട് പാടി രചിച്ചതായ സങ്കീർത്തനഭാഗമാണ് ഈ സങ്കീർത്തനഭാഗം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് അവരോട് ഇടപെടുവാന്നൊക്കെ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന സങ്കീർത്തനക്കാരൻ അവിടെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാമോ അതുപോലെ തന്നെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് മറ്റുള്ള ജീവിതങ്ങളെ മാത്രം ഏൽപ്പിച്ചിട്ടില്ല. നാം സ്വസ്ഥതയായിട്ട് ഇരിക്കുവാനായിട്ട് അല്ല കർത്താവ് നമ്മെ കോണമല്ല. സൃഷ്ടികർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനില്ല, സഹായിപ്പാൻ കഴിവുള്ള മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി നാം പ്രാർത്ഥിക്കുവാൻ കോണമല്ല ഇടയായി തീർന്നുവെങ്കിൽ ആ ദൈവം നമ്മോട് വാസ്തവമായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെടുമില്ല. അവർ നമ്മോട് പറയുമില്ല, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവർ നമ്മോട് വാസ്തവമായിട്ട് സംസാരിക്കുമില്ല. അനേക ദൈവ വചനത്തിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കുമില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളതായ കർത്താവിന്റെ എമ്പമേറിയ ശബ്ദമില്ല. അതിലെ രോഗികൾക്ക് കേൾക്കുവാൻ കൂടെ തീരമില്ല. ഞാൻ നിന്നെ അനുഗ്രഹിപ്പാൻ കൂടെ മതിയായ ദൈവമാണ് എന്നല്ല. എന്നാൽ നാം എന്താണ് ചെയ്യേണ്ടതില്ല? വിളിച്ചപേക്ഷിക്കേണ്ടവരെ തന്നെ വിളിച്ചപേക്ഷിപ്പാൻ കോണം ഇടയായി തീരമില്ല. കണ്ടെത്തേണ്ടവരെ തന്നെ നാം കണ്ടെത്തുവാൻ കോണം ഇടയായി തീരമില്ല. ആ സൃഷ്ടികർത്താവിനെ വാസ്തവമായിട്ട് സത്യത്തിൽ ആത്മാവിൽ നാം ആരാധിച്ച് മുന്നേറുന്നുവെങ്കിൽ നമ്മെ ജീവിതാവസാനത്തോളം അന്ത്യത്തോളം വഴി നടത്തുവാൻ കോണമില്ല. അവസാനം സ്വർഗീയ ഭവനത്തിൽ നമ്മെ എത്തിക്കുവാൻ കർത്താവിനെ കൊണ്ട് ഇടയാക്കി തീർക്കുമില്ല. വഴിയിലിട്ട് നമ്മെ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവമില്ല. അക്കരെ വരെ എത്തിക്കുവാൻ കോണം കർത്താവിനെ കൊണ്ട് കഴിയുമില്ല. ആ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ മുറ്റുമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാൻ വലിയ യെരമ്യാവിന്റെ പുസ്തകമില്ല 33-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നില്ല, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ നീ അറിയാത്ത അത്ഭുതവും അഗോചരവുമായ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരാമില്ല. ആരെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടതില്ല? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയില്ല. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നതായ അരുമനാഥനെ നാം വിളിച്ചപേക്ഷിക്കാൻ വയ്യ. ആ ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം വാസ്തവമായിട്ട് നമ്മെ വലിയ പുതുവഴികളെ കാണിച്ചു തരുവാന്ന കോണമില്ല, അനുഗ്രഹത്തിനായ വഴികളെ കാണിച്ചു തരുവാന്ന കോണ് ഇടയായി തീരുമില്ല. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ നീ അറിയാത്ത അത്ഭുതവും അഗോചരവുമായ കാര്യങ്ങൾ ചെയ്യുമില്ല. ഏത് രീതിയിൽ ഈ ലോകത്തിൽ നിന്ന് വിടുതൽ കഴിയുമില്ല. എങ്ങനെ ഈ പ്രതികൂലത്തെ തരണം ചെയ്യുമെന്നൊക്കെയും ഓർത്ത് ഭാരപ്പെടുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നില്ല, എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നില്ല, യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുക എന്നില്ല, സ്വർഗത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെ വിളിച്ചപേക്ഷിക്കുക എന്നില്ല. കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നതായ അരുമനാഥനെ വിളിച്ചപേക്ഷിക്കുക എന്നില്ല. ആ ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ മുറ്റുമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാമില്ല. ഈ യേശു ക്രിസ്തുവാകുന്ന വാതിൽ കൂടി നാം അകത്ത് കടന്നു കഴിഞ്ഞാൽ നാം എന്തായി തീരുമില്ല. നാം അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാന്ന കോണ് ഇടയായി തീരുമില്ല. നാം പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാന്ന കോൺ ഇടയായി തീരുമില്ല. അങ്ങനെ ആ അനുഗ്രഹപാത്രമായി തീരണമെങ്കിൽ യേശു ക്രിസ്തു ആകുന്ന വാതിൽ കൂടി നാം അകത്ത് കടക്കുവാന്ന കോൺ ഇടയായി തീരുമില്ല. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നില്ല. അങ്ങനെ ആ സ്വർഗീയ ഭവനത്തിലെ അംഗമായി തീരുവാന്ന കോണ് നമ്മുടെ ജീവിതത്തിൽ ഏവർക്കും ഇടയായി തീർന്നുവല്ലോ ഇല്ല. കുടുംബമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാന്ന കർത്താവ് നമ്മെ സഹായിക്കേണ്ടതായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ മുറ്റുമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാമില്ല. നിലവാരക്കാലമില്ല. വലിയ ദേവീയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടായില്ല. ആ ദേവീയ സാന്നിധ്യം വാസ്തവമായിട്ട് അനുഭവിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണില്ല. ദേവീയ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണമില്ല? തികഞ്ഞ ഏകാഗ്രതയോടുകൂടി തികഞ്ഞ ഭയഭക്തിയോട്
വിശ്വാസത്തോടു കൂടി ഇല്ല സ്വർഗത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവ നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതായ ആ ഉത്തമ വിശ്വാസത്തോടു കൂടി ഇല്ല നമ്മുടെ ആത്മീയ കണ്ണുകളെ ഉയർത്തിക്കൊണ്ടില്ല സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കിക്കൊണ്ടില്ല ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയുമോ ഇല്ല നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ സ്തോത്രത്തിൽ നാം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രി കാലമല്ല കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് നമ്മോട് ഇടപെടുവാൻ നമ്മുടെ തീരുമാനില്ല മാത്രമല്ല കർത്താവിന്റെ പൊന്നു കരങ്ങളിലേക്ക് രാജാതിരാജാവിന്റെ കരങ്ങളിലേക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ കൊച്ചുമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാൻ ഇല്ല നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്നോ ഇല്ല നമ്മുടെ ഗമനാഗമനങ്ങളെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുവാൻ തക്കോളമില്ല കഴിവുള്ളവരായ ദൈവം കാലമില്ല നമ്മെ ഓരോരുത്തരെയും വാസ്തുമായിട്ട് തൊട്ട് ഇല്ല അനുഗ്രഹിച്ച് വായിക്കേണ്ടതായിട്ട് നമുക്ക് നമ്മെ തന്നെ കൊച്ചുമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കാൻ ഇല്ല ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നോ ഇല്ല സമയം മുന്നോട്ട് പോയതുകൊണ്ടില്ല അവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തന ഭാഗ്യമാണെന്ന് ഇല്ല ഈ സങ്കീർത്തനം നാം ഏവരമില്ല മനപ്പാടമായിട്ട് പഠിക്കുന്നുവെങ്കിലില്ല പാടി നടക്കുന്നുവെങ്കിലില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇല്ല പ്രതികൂലങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇല്ല ഈ സങ്കീർത്തനം നമ്മുടെ വായിൽ കൂടി വിട്ടുകൊണ്ട് നാം ദൈവത്തെ പാടി ആരാധിച്ച് മുന്നോട്ട് ജീവിക്കുന്നുവെങ്കിലില്ല ദേവീ സാഹചര്യം അനുഭവിച്ച് അറിവാതെ പോണം നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യമല്ല ആ രക്ഷിക്കപ്പെട്ടതായ ഇല്ല ദൈവമക്കളെ നമ്മുടെ രക്ഷയിലേക്ക് നടത്തിയതായ ഇല്ല ആ രക്ഷകർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാതക്കോണം ഇടയായി തീരട്ടെ ആ യേശു പറയുന്നു ഇല്ല ഞാൻ ഇന്നും എന്നേക്കും അനന്യം തന്നെയാണ് ഇല്ല അവൻ ആദ്യം അന്ത്യമാണ് ഇല്ല അവൻ അല്പയും ഒമേഗയുമാണ് ഇല്ല സകലത്തെയും ഉളവാക്കിയുള്ള ദൈവമോ ഇല്ല വലിയ അവനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നോ ഇല്ല യോബ് തന്റെ പുസ്തകത്തിൽ പറയുവാതക്കോണം ഇടയായി തീർന്നോ ഇല്ല യോബ് തന്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നോ ഇല്ല ദൈവത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല ഇല്ല അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് യോബ് വാസ്തുമായിട്ട് പറഞ്ഞുവെങ്കിലും ഇല്ല ഏതെല്ലാം വിഷയങ്ങളും മോത്ത് അസാധ്യമെന്ന് നാം ചിന്തിക്കുന്നോ ഇല്ല എങ്ങനെയാ ഇല്ല ഈ ദൈവകൃപയിലേക്ക് നടത്തപ്പെടുവാന്നപ്പോഴും എനിക്ക് കഴിയുമോ ഇല്ല എങ്ങനെ ഈ സത്യദൈവത്തെ കണ്ടുമുട്ടുവാന്നപ്പോഴും എനിക്ക് കഴിയുമെന്നൊക്കെയും വിചാരിച്ച് ഭാരപ്പെടുന്ന മക്കളോട് ദൈവം പറയുന്നോ ഇല്ല ദൈവത്തെ അസാധ്യമായിട്ട് ഒന്നുമില്ല ഇല്ല നീ ഒന്ന് മാത്രം ചെയ്താൽ മതിയോ ഇല്ല നിന്റെ കണ്ണ് സഹായം വരുന്നതായ പർവ്വത്തിലേക്ക് ഉയർത്തണമോ ഇല്ല യേശുവിലേക്ക് ഉയർത്തുക ഇല്ല സൃഷ്ടികർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക ഇല്ല അവനെ ആരാധിക്കുക ഇല്ല അവനെ മാറ്റപ്പെടുത്തുക ഇല്ല സ്വോത്രമെന്ന ആദരാർപ്പണം ഇടപെടാതെ വലിയ വായിൽ കൂടി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഇടയായി തീരമില്ല നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം ഇല്ല ദൈവത്തിന്റെ വചനം നമ്മുടെ ദാസന്മാർ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നില്ല അവർക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇല്ല ദൈവത്തിന്റെ വചനം നമ്മളോട് നാം കേൾക്കുമ്പോൾ ഇല്ല നമ്മുടെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുന്ന കോള് ഇടയായി തീരണമെങ്കിലും ഇല്ല സ്വോത്രത്തിൽ വ്യാകരിച്ചുകൊണ്ട് നമുക്ക് ഇരുപാതങ്ങളിലേക്ക് നമുക്ക് നമ്മെ സാക്ഷി ഏൽപ്പിക്കാൻ സാക്ഷി ഏൽപ്പിച്ചുകൊണ്ടില്ല ഞാൻ ഹല്ലിയ സങ്കീർത്തനത്തെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തോളം കർത്താവ് സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ മാറ്റപ്പെടുത്തിയില്ല പ്രകാരമില്ല ഈ മരുഭൂമിയിലെ വലിയ ഞങ്ങൾക്ക് കൂട്ടായ്മയായിട്ട് കടന്നു വരുവാനും വലിയ അലക്ഷ്മേശ്വരെ പാതല്ല ചാമ്പാസിനോട് കൂട്ടായ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കർത്താവ് മുഖാന്തരത്തെ ഒരുക്കി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇല്ല അതിനായിട്ട് വഴിമുഖാന്തരത്തെ ഒരുക്കി തന്നതായില്ല ചാമ്പാസിനോടും കൂടും കൂട്ടായ്മയോടും ഇല്ല ഞങ്ങളുടെ സ്നേഹബന്ധത്തെ അറിയിച്ചുകൊണ്ടില്ല ഞാൻ വലിയ സങ്കീർത്തനത്തിൽ നൽകുന്നു കൊടുക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം സൺഡേ സ്കൂൾ ആനിവേഴ്സറിയോട് ബന്ധത്തിൽ കടന്നു വന്നെങ്കിലും ദൈവത്തെ ആരാധിപ്പാനാണ് നാം മുൻസ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമുക്ക് തരുവാൻ എന്തെങ്കിലും ഇന്ന് പകൽക്കാലം കാണും. ഹാബേല് കടന്നത് പോലെ വേണം നമുക്ക് ഇന്ന് പകൽക്കാലം കടന്നു പോകുവാൻ. എത്ര പേർക്ക് സന്തോഷത്തോടെ കടന്നു പോകുവാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവിടെ വായിക്കുന്നു, ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. എന്തുകൊണ്ട്? കയ്യിലൊന്നുമില്ലല്ലേ, നമ്മുടെ പുസ്തകം മാത്രമേ ഉള്ളല്ലേ, അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകുകയല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നന്ദിയോടെ ദൈവസ്ഥനായിരിക്കുകയും നന്ദിയാ നമ്മുടെ ഉള്ളം നിറയുമ്പോൾ അത് സ്തോത്രമായി സ്തുതിയായി പുറത്തു വരുന്ന നാം കഴിക്കുന്ന ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞ് കർത്താവ് നമ്മെ സഹായിക്കും. എന്റെ വലിയൊരു ദാസൻ വളരെ ആഴമായി നിങ്ങളോട് സംസാരിക്കും, കൃത്യമായി നിങ്ങളോട് സംസാരിക്കും. എന്നാൽ ഇവിടെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം.
വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനം കേൾപ്പിക്കും. നാം ഇങ്ങനെ വായിക്കുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യുന്നതായ ഒരു കർത്താവിന്റെ ദാസൻ, പ്രവാചകനായ യിരെമ്യാവ് ദൈവം നമ്മൾ സംസാരിക്കുന്ന പോലെ നേരിട്ട് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, പല ആലോചനകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ വല്ലാത്ത ഒരു ആത്മീക അന്തരീക്ഷത്തിൽ അവരെത്തിയപ്പോൾ പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലോട്ട് ചെല്ലുക, അവിടെ വച്ച് ഞാൻ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. ഇന്ന് പകൽക്കാലം നാം പലപ്പോഴും ദൈവം പറഞ്ഞ സ്ഥാനത്തേക്ക് പോകാത്തത് കൊണ്ടാണ് ദൈവം നമ്മോട് സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത്. ഈ പ്രവാചകന് വേണമെങ്കിൽ പറയാമായിരുന്നു, യഹോവയായ ദൈവമേ, വളരെ നാളുകൊണ്ട് ഞാൻ നിന്നെ സേവിക്കുന്നു, ഈ ജനത്തെ കുറിച്ച് പല കാര്യം നീ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അതിനൊന്നും നീ എന്നോട് പ്രത്യേക ഒരു സ്ഥാനത്തേക്ക് പോകുവാൻ പറഞ്ഞില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് കുശവന്റെ വീട്ടിലേക്ക് പോകുവാൻ പറയുന്നതെന്ന് ചോദിക്കാമായിരുന്നു. എന്നാൽ നാം അവിടെ വായിക്കുന്നത്, യഹോവയായ ദൈവം എന്തു പറയുന്നുവോ അതനുസരിക്കുക എന്നുള്ളതാണ് മനുഷ്യനുള്ള കടമ. താൻ വളരെ മാന്യനായിരുന്നിട്ടും ശ്രേഷ്ഠനായിരുന്നിട്ടും യഹോവയായ ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ കേൾക്കുവാൻ ഈ പ്രവാചകൻ തയ്യാറായി. നാം വിചാരിക്കുന്നത് പോലെ, നാം ഇരിക്കുന്നത് പോലെ മനോഹരമായ ഒരു സ്ഥലമല്ല കുശവന്റെ വീട്. കുശവന്റെ വീട് മണ്ണും ചെളിയും വെള്ളവും നിറഞ്ഞ ഒരു പ്രത്യേക സ്ഥാനമാണ്. ദൈവത്തിന് വൈദ്യുവേ, ഒരുപക്ഷെ ദൈവം പറയുന്ന സ്ഥാനത്തേക്ക് പോകുവാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും, എന്നാലും സാരമില്ല, ദൈവമാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം പോകുവാൻ തയ്യാറായാൽ അല്പം കൂടെ താണിറങ്ങി മനോഹരമായ നമ്മുടെ വസ്ത്രം, അല്ലെ, പ്രവാചകന് പറയുമായിരുന്നു, എന്റെ വസ്ത്രം, എന്റെ പകൽക്കാലം. അതുകൊണ്ടാണ് പാട്ടുകൾ പാടി നാം ദൈവത്തെ സ്തുതിച്ചു. സങ്കീർത്തനത്തിൽ കൂടെ അതേ ഹല്ലേലൂയ നാം കേട്ടു, ഞാൻ എന്റെ കണ്ണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം അനുഗ്രഹമാകുവാൻ, സൺഡേ സ്കൂളിന്റെ വാർഷികം ശ്രേഷ്ഠമായി തീരുവാൻ, മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി ദൈവസന്നിധിയിൽ നമുക്ക് കേൾപ്പിക്കാം. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആളുകളുടെ വലിയടനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമേ, ഇന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നല്ലോ. കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുതെന്ന് അരുളിച്ചത് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അവരുടെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതിനോടുള്ള ബന്ധത്തിൽ സൺഡേ സ്കൂളിന്റെ വാർഷികമായിട്ട് കൂടുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം. അതിനെ അധ്യക്ഷനായിരിക്കുന്ന കർത്തദാസനെയും അതിന്റെ മറ്റു ചുമതലകൾ വഹിക്കുന്നവരെയും അതിനുവേണ്ടി പാട്ടുകൾ പാടുന്നവരെയും അതേ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം നടക്കേണ്ട മീറ്റിംഗുകൾ എല്ലാം ശ്രേഷ്ഠവും മനോഹരമായി തീരുവാൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം കർത്താവേ. കാനാവിലെ വീട്ടിൽ കടന്നു വന്ന ദൈവമേ, പോരായ്മകളെ നികത്തിയ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്ന പോരായ്മകളെ നികത്തി ഞങ്ങളെ വേണ്ടത് തന്ന് സമൃദ്ധിയാക്കണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്ക് തന്നാൽ അതുവരെ ഒളിപ്പിച്ചു വെച്ച ശ്രേഷ്ഠമായതുപോലെ അതേ ഇത് തീരുമ്പോൾ എത്ര മനോഹരവും നന്മയായിരുന്നു പ്രവാൻ ഇടയാക്കണമേ. ആദ്യോടെന്ത് അവിടുത്തെ കൃപ പകരണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. അടുത്തതായിട്ട് വെൽക്കം സോങ് ഹോളി നൈറ്റ് പാർട്ടി. Something good
ഒരു പ്രാവശ്യം കൂടി നമുക്കിങ്ങനെ കൂടി വരുവാൻ നമ്മുടെ കർത്താവായ ദൈവം വഴിയൊരുക്കിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളിന്റെ 6ാമത്തെ വാർഷികമാണിത്. കഴിഞ്ഞ 6 വർഷങ്ങളായി ഇങ്ങനെ കൂടി വരുവാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മളെ സഹായിച്ചു, ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് ഇങ്ങനെ ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കുവാനും തുടരുവാനും വലിയ ദൈവകൃപ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ദൈവം വഴി നടത്തിനോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളോട് പാടിയല്ലോ, we are together again just praising the Lord.